ഒക്കെ ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ സാഹചര്യം കൊണ്ടൊക്കെ പറഞ്ഞു പോകും ഓരോ വിഷയങ്ങൾ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാവേ. നിങ്ങൾ കറക്റ്റ് ലൊക്കേഷൻ പറയാമോ? ലൊക്കേഷൻ കണ്ട് അടിച്ചാളാൻ കിട്ടുമല്ലോ. അടിച്ചാൽ മതി, കിട്ടും. ഇപ്പൊക്കെ ഒന്നും വിഷയമല്ല. ഇതായോ? മനുഷ്യന് ദൈവം തന്ന ഒരു സംഭവമാണ് ഈ അല്ലെങ്കിൽ ദൈവം പടച്ച തമ്പുരാൻ ഭൂമിയിൽ ജനങ്ങളും മൃഗങ്ങളും എല്ലാം നിലനിൽക്കാൻ വേണ്ടി തന്നിട്ടുള്ള ഒരു സംഗതിയാണ് ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞത്. അല്ലേ? ഇവിടെ പരമ്പര നിലനിൽക്കാൻ, എല്ലാം ഇവിടെ നിലനിന്ന് പോകാൻ, ബന്ധപ്പെടാൻ തന്നെ സ്ത്രീയായിട്ടും പുരുഷനായിട്ടൊക്കെ സൃഷ്ടിച്ചു കണ്ട് അവരിൽ കൂടെ വീണ്ടും തലമുറകളെ ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടി കാണ്ട്, ഒരു താല്പര്യം വരാൻ വേണ്ടിക്കാണ്ട് അതിന് ഒരു പ്രത്യേക ഒരു സുഖം കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിക്കാനില്ല. പിന്നെ ആർക്കും ഈ സുഖം ഇല്ലെങ്കിൽ, ആ ഒരു നിമിഷം ഇല്ലെങ്കിൽ പിന്നെ ആർക്കും വേണ്ടല്ലോ. ആരെ നിൽക്കണ്? കുട്ടികളൊന്നും വേണ്ട, ഒന്നുകൊണ്ടൊക്കെ മതി. അങ്ങനത്തെ വിഷയത്തിൽ കൂടെ വിഷയം മാറും. അപ്പം അത് ദുരുപയോഗപ്പെടുത്താണ് ഇപ്പോൾ ചെയ്യണത് ആളുകൾ. അപ്പം അതിനുള്ളതാണ്. എന്നിടത്ത് കാട്ടി ഇതിനൊരു മുൻഗണന എടുക്കാൻ വേണ്ടി കാണ്ട് ഒരു ജീവനാണ് പോണത്, രക്ഷപ്പെടട്ടെ. ഇതിന് ഒരു മുൻഗണന എടുക്കാൻ വേണ്ടി കാണ്ട്, ഈ സെക്സിന് ഒരു മുൻഗണന എടുക്കാൻ വേണ്ടി കാണ്ട് പുരുഷന് ആണിനെ കുറച്ച് അധികം കൊടുത്തു. കുറച്ച് വികാരം, ഒരു മുൻകൈ എടുക്കാൻ. എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണല്ലോ. ആണാണ് ഇതിന് മുൻകൈ എടുക്കൽ. പക്ഷെ മനുഷ്യൻ ഇത് എന്താണ്, ഇത് ആയിട്ടിങ്ങനെ അവനിതൊന്നും പോരാ, അവന് ഒരുപാട് വേണം, കുറച്ച് കൂടുതലാണ് മനുഷ്യൻ ആണുങ്ങൾക്ക്. ഇപ്പോൾ കണ്ടില്ല, അപ്പോൾ ഒരുത്തം മുകളിൽ ചോദിച്ച വിഷയം അതന്നെയാണ്. ഇതാണ് വിഷയം. എന്തൊരു വിഷയവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക, ഈ സെക്സുമായിട്ട്. എന്തപ്പോൾ ചെയ്യുക? ഇത് ഓടുന്ന ബസ്സിലായാലും അല്ലെങ്കിൽ ട്രെയിനിലായാലും ഹോസ്പിറ്റലിലായാലും പ്രസവ മുറിയിൽ വരെ ഇവർക്കിത് ഈ വിഷയങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. അടുത്തിരുത്താൻ കഴിയണില്ല. അവർക്കത് എല്ലാവർക്കും ഇല്ല, ചില ആളുകളിലാണ് അത് കാണുന്നത്. അവർക്കത് നിയന്ത്രിക്കാൻ കഴിയണില്ല. അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ നന്നാക്കി കൊടുക്കന്നെ. ഇപ്പം മുകളിലൊരുത്തൻ പറഞ്ഞത് തമാശയാണെങ്കിലും അയൽവാസിയുടെ അത് പിടിച്ചെന്നൊക്കെ പറഞ്ഞാൽ തമാശയാണെങ്കിലും അവർ ശരീരത്തിന് വരുന്ന ഭാഷ അതാണ്. അപ്പം അങ്ങനല്ല ചെയ്യേണ്ടത്. ഇതൊക്കെ പ്രകൃതി നിലക്കാൻ വേണ്ടി കൊണ്ട് ദൈവനമ്പരം തന്ന ഓരോരോ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളാണ്. അവരുടെ നാടിയിൽ ഒരു സാധനമുണ്ട്, അതിനുപയോഗിക്കുന്ന ഒരു ആയുധം. അതിന് ഭക്ഷണം ഉണ്ടാക്കാന്ന് പറയും, അതാണ് പരിപാടി. അതിന് ആഹാരം ഉണ്ടാക്കുകയാണ് ഈ സാധനത്തിന്. അതിന് ആഹാരം എന്താണ്? ഇതാണ്. അത് പിന്നെ കണ്ണുകൂടെ അതിനാഹാരം കൊടുക്കും, പിന്നെ ശബ്ദത്തിൽ കൂടെ, സംസാരത്തിൽ കൂടെ അതിനാഹാരം കൊടുക്കും, അല്ലെങ്കിൽ ചെവി കൂടെ അതിനാഹാരം കൊടുക്കും. ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ, അവന് ശരിക്കത് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ള മാർഗ്ഗങ്ങളിലൂടെ ഈ സാധനത്തിന് അവൻ ആഹാരം ഉണ്ടാക്കി കൊടുക്കും.